നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇൻഫ്ലമേഷൻസും വെയിറ്റ് ലോസും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മുടെ വളരെ പോപ്പുലറായ കുറേ സെലിബ്രിറ്റീസ് ഇപ്പോൾ വിദ്യാ ബാലനൊക്കെ അവര് തന്നെ പറയുന്നുണ്ട്. അവര് കുറേ വർഷം വെയിറ്റ് കുറയ്ക്കാൻ സ്ട്രഗിൾ ചെയ്തിട്ടും അവർക്ക് വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നില്ല. അത് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അത് ഇൻഫ്ലമേഷൻസ് കൊണ്ടാണ്. ഇൻഫ്ലമേഷൻസ് പോകാൻ ഉള്ള ഡയറ്റ് എടുത്തപ്പോഴാണ് അവർക്ക് പ്രോപ്പർ ഒരു വെയിറ്റ് ലോസ് ഉണ്ടായതെന്നൊക്കെ. ഇനി നമുക്ക് നോക്കാം. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നോർമൽ എല്ലാ ബോഡിയിലും ഉള്ളൊരു റെസ്പോൺസാണ്. ഇഞ്ചുറീസോ എന്തെങ്കിലും ജെർമ്സ് വരുമ്പളോ അതൊരു ഹീലിംഗ് മെക്കാനിസം പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മള് ബെറ്റർ ആകാനായിട്ട്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ഡയറ്റ് പുതിയൊരു ഡയറ്റിന്റെ ആവശ്യമൊന്നുമില്ല ഇൻഫ്ലമേഷൻസ് പോകാൻ. നമ്മള് ബാലൻസ്ഡ് മീൽ തന്നെ കഴിക്കുന്നതാണ് എപ്പളും ഒരു ഇൻഫ്ലമേഷൻസ് പോകാനുള്ള ഒരു ഡയറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഇൻഫ്ലമേഷൻ മാറാനായിട്ട് ഒരു പുതിയ ഡയറ്റ് എന്നൊന്നുമില്ല. ഒരു ബാലൻസ്ഡ് മീൽ എപ്പളും ഒരു ഇൻഫ്ലമേഷൻസ് തടയുന്ന ഒരു ഡയറ്റ് ആയിരിക്കും. ഇനി ഇൻഫ്ലമേഷൻസ് എപ്പളാ ക്രോണിക് ആവുമ്പളാണ്. അതായത് ഒരു ഇൻവാഡേഴ്സും ഇല്ലാത്ത സമയത്തും ക്രോണിക് ആയിട്ട് ഇൻഫ്ലമേഷൻ നിക്കുമ്പളാണ് നമ്മളെ ബോഡീനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോയില് നമ്മള് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ എന്തൊക്കെ കഴിക്കണം എന്നല്ല, എങ്ങനെയാണ് ഇൻഫ്ലമേഷൻസ് തടയാൻ പറ്റുന്നത്? എന്തൊക്കെ ഒഴിവാക്കണം എന്നതാണ്. കാര്യം ഭയങ്കര ലെങ്തി ആയി പോവും നമ്മുടെ വീഡിയോ. അപ്പൊ ഒന്നാമതായിട്ട് എല്ലാ എന്ത് കാര്യത്തിനാണ്, ഏത് അസുഖത്തിനാണെങ്കിലും ഏത് ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് വൈറ്റ് ഷുഗർ അവോയ്ഡ് ചെയ്യുക. അത് ഇൻഫ്ലമേഷൻസ് കൂട്ടും. വൈറ്റ് ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വൈറ്റ് ഷുഗർ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര എടുക്കാം, തേൻ എടുക്കാം, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ എടുക്കാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. പഞ്ചസാരയുടെ കാലറീസ് തന്നെയാണ് അതിലും. അപ്പൊ നമുക്കൊരു ഡെയിലി ഒരു 20 ഗ്രാംസ് ഷുഗർ എടുക്കുന്ന ഒരാള് എന്നാ അല്ലെങ്കിൽ പിന്നെ തേൻ കുറച്ചും കൂടെ ഹെൽത്തിയാണ്. ശർക്കര കുറച്ചും കൂടെ ഹെൽത്തിയാണ്. എന്നാ അതൊരു 30, 40 ഗ്രാം എടുത്തേക്കാം എന്ന് ദയവേത് വിചാരിക്കരുത്. അതും സെയിം കാലറീസ് തന്നെയാണ് വരുന്നത്. അതും സിമ്പിൾ കാർബ് തന്നെയാണ്. അപ്പൊ നിങ്ങള് ഷുഗറിന്റെ ഇൻടേക്ക് നന്നായിട്ട് കുറയ്ക്കുക. ഇപ്പൊ പെട്ടെന്ന് ഒട്ടും കഴിക്കരുതെന്ന് നമുക്ക് പെട്ടെന്ന് ഒരാളോട് പറയാൻ ബുദ്ധിമുട്ടാവും. അയാൾക്കത് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ നിങ്ങള് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോ 1/2 ടീസ്പൂൺ, വൈകിട്ടൊരു ചായ കുടിക്കുന്ന ആളാണെങ്കിൽ 1/2 ടീസ്പൂൺ ഭയങ്കര ലിമിറ്റ് ചെയ്തുകൊണ്ട് വരിക ട്ടോ. ഈ അടുത്തായിട്ടെന്ന് പറയാനുള്ളത് ട്രാൻസ് ഫാറ്റ്. നമ്മള് ഒരു എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിച്ച് ചൂടാക്കുമ്പളും, അതുപോലെ തന്നെ ഈ മാർഗരൈന് അങ്ങനത്തെ കുറച്ച് കുറെ ബേക്കറി ഐറ്റംസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മള് കുക്കീസ് ഉണ്ടാക്കാനായിട്ട്. ബേക്കറി, പപ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വെളക്കെണ്ണയിൽ ട്രാൻസ് ഫാറ്റ് ഉണ്ടാകാം. അപ്പൊ അങ്ങനത്തെ ട്രാൻസ് ഫാറ്റ് വരുന്ന സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആൽക്കഹോളിന്റെ കൺസംഷൻ കുറയ്ക്കുക ട്ടോ. കുറയ്ക്കുക എന്നല്ലാതെ ഒന്ന് എല്ലാത്തിനും നല്ലതല്ല. ഒരു അസുഖത്തിനും ഒന്നിനും നല്ലതല്ല. അപ്പൊ നിങ്ങൾ ആൽക്കഹോൾ ഉപയോഗം നിർത്തുക. സെഡന്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉള്ളവര് വളരെ ചില ആൾക്കാർക്ക് എക്സർസൈസ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര മടിയായിരിക്കും. ഒട്ടും നടക്കാത്തവരാകാം. തീരെ ഒട്ടും ആഹ് ഒരു ആക്ടിവിറ്റീസും ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാകും. ദയവേത് നിങ്ങൾ ആ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം ട്ടോ. ഈ സെഡന്ററി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇൻഫ്ലമേഷൻസ് പെട്ടെന്ന് കൂടും. അപ്പൊ നിങ്ങൾ എക്സർസൈസ് ചെയ്യാൻ നോക്കുക, നടക്കാൻ നോക്കുക, കുറച്ച് ആക്റ്റീവ് ആവുക ട്ടോ. പിന്നെ ഉറക്കം നഷ്ടപ്പെടുന്നവർക്ക് ഇൻഫ്ലമേഷൻസ് കൂടും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഉറങ്ങാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ തൈറോയ്ഡ് ഉള്ളവർക്കാണെങ്കിൽ അറിയാം, അല്ലെ PCOD ഉള്ളവരാണെങ്കിലും നമ്മളെപ്പളും പറയാറുണ്ട്, നിങ്ങള് വീറ്റ് അതായത് ഗ്ലൂട്ടനും പാലും, ഈ ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഓട്സിലും ഉണ്ട് ട്ടോ. ഗോതമ്പില് മാത്രമല്ല. ആഹ് വീറ്റിന്റെ അത്രയും പ്രശ്നം ഓട്സിനില്ല. എന്നാലും ആഹ് ഗ്ലൂട്ടൻ ഉള്ള ഭക്ഷണങ്ങള് ഒന്ന് ഒരു ഒരാഴ്ചത്തേക്ക് ഒരു 10 ഡേയ്സ് അല്ലെങ്കിൽ 1 വീക്ക് നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കുക. അതുപോലെ പാലും, മിൽക്ക് ഇൻടോളറൻസ് ഇല്ല എങ്കിൽ പോലും ചില ആൾക്കാർക്ക് പാല് പ്രോപ്പറായിട്ട് ദഹിക്കില്ല. അപ്പം പാലും ഗ്ലൂട്ടൻ ഫുഡും ഒരാഴ്ചത്തേക്ക് ഒന്ന് അവോയ്ഡ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ടൊക്കെ കുറയുന്നുണ്ടോ നോക്കുക. ചില ആൾക്കാർക്കത് പറ്റണമെന്നില്ല. അതിപ്പോ ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എങ്കിൽ പോലും നിങ്ങൾ 1 വീക്ക് അതൊന്ന് അവോയ്ഡ് ചെയ്ത് നോക്കുക. പകരം നിങ്ങൾ പാലിന് പകരം നമുക്ക് കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കാൽഷ്യം കിട്ടാൻ ഇലക്കറികൾ എടുക്കാം, ചെറുമീനുകൾ എടുക്കാം, എള്ളെടുക്കാം. ഗോതമ്പിന് പകരം നമുക്ക് ഇഷ്ടംപോലെ മില്ലറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ ഫ്ലോറുകളൊക്കെ എടുക്കാം ട്ടോ. പിന്നെ ധാരാളം വെള്ളം കുടിക്കാം. ചില ആൾക്കാർക്ക് വെള്ളം കുടിക്കാനും മടിയാണ്. അപ്പൊ നിങ്ങളൊരു ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 10 ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കാൻ നോക്കുക. പിന്നെ സ്ട്രെസ്സ് മാനേജ് ചെയ്യുക. ഇതും കടന്നു പോകും എന്നൊരു ചിന്ത നിങ്ങൾ കൊണ്ടുവരിക. സ്ട്രെസ്സ് മാനേജ് ചെയ്യുക. എല്ലാവർക്കും
എല്ലാവരുടെ ലൈഫിലും സ്ട്രെസ് ഉണ്ടാവും. പക്ഷെ അത് പുറമേന്ന് പറയുന്ന ഒരാൾക്കത് മാനേജ് ചെയ്യാൻ പറയുന്നത് എളുപ്പമാണെങ്കിലും നിങ്ങളതൊന്ന് മാനേജ് ചെയ്തുകൊണ്ട് പോവാ. കോർട്ടിസോൾ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഫുഡൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്ട്രെസ് കുറച്ചുകൊണ്ട് വരിക. പിന്നെ പ്രോസസ്ഡ് മീറ്റ് എപ്പളും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഇപ്പോൾ നമ്മളെ പ്രോസസ്ഡ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ, ഹൈലി പ്രോസസ് ചെയ്ത പിസ്സ ആകട്ടെ, ബർഗർ ആകട്ടെ, പാറ്റീസ് ആകട്ടെ, അങ്ങനത്തെ ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക. അത് ഒരു കാര്യത്തിനും നല്ലതല്ല. അപ്പൊ നിങ്ങളത് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ ബേക്കറി ഐറ്റംസ് പിന്നെ ട്രാൻസ് ഫാറ്റ് പറഞ്ഞപ്പോ പറഞ്ഞു. അതുപോലെ ബേക്കറി ഐറ്റംസ് പപ്സ് പിന്നെ ബേക്ക് ചെയ്തിട്ടുള്ള മീൻസ് അങ്ങനെ ബേക്ക് ചെയ്തിട്ട് വീട്ടിൽ ബേക്ക് ചെയ്യുന്നതിനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബ്രെഡ് ഐറ്റംസ്, പാസ്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ നന്നായിട്ട് അവോയ്ഡ് ചെയ്യുക. റിഫൈൻഡ് ഫ്ലോറും അവോയ്ഡ് ചെയ്യുക കേട്ടോ. റിഫൈൻഡ് ഓയിലും ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഇത്രയും സാധനങ്ങള്. പിന്നെ എക്സസ് സോൾട്ട് ഇൻടേക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതലായിട്ടുള്ള സോൾട്ട് ആവശ്യത്തിന് മാത്രം ഒരു 5 ഗ്രാം, 6 ഗ്രാം മാത്രം ഒരു ദിവസം എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ നമ്മുടെ കോൺ ബോയിൽഡ് കോൺ അല്ലെ കോൺഫ്ലെക്സ് ഉണ്ടാക്കാനൊക്കെ പാക്കറ്റിൽ വരുന്നതിലൊക്കെ കണ്ടമാനം സോൾട്ട് ഉണ്ട്. അങ്ങനെ പാക്കറ്റിൽ വരുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മാത്രം കഴിക്കാൻ നോക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഇൻഫ്ലമേഷൻസും കുറയും. അതുപോലെ നിങ്ങളുടെ വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റും. ഇതിന് പുറമെ നമ്മളൊരു ബാലൻസ്ഡ് മീൽ എടുക്കുകയാണെങ്കിൽ പിന്നെ ഇൻഫ്ലമേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. അതല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ഇൻഫ്ലമേഷൻസ് നന്നായിട്ട് കുറയും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ ഈവൻ സെലിബ്രിറ്റീസ് പോലും ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർ തന്നെ പിന്നെ വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ ഇൻഫ്ലമേഷൻസ് ഉള്ളവർ മാത്രമല്ല, വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവർ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. താങ്ക് യു.